Dear students, welcome to Learner's World. In this video, I'm going to talk about questions and answers of Kerala Maritime History in Boom, excerpt from Amazing Stories of Kerala Maritime History, FIUGP, MDC, Commerce and Management, Understanding Kerala, Narratives of Development, Commerce and Entrepreneurship, third semester, Calicut University. Answer the following questions in a paragraph of 100 words. നമ്മൾ പ്രീവിയസ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിരുന്നത് ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ഇത് പാരഗ്രാഫ് ക്വസ്റ്റ്യൻസ് ആണ്. 100 വേർഡ്സിനാണ് എഴുതാനുള്ളത്. ഹൗ ഹാസ് മാരിടൈം ട്രേഡ് കോൺട്രിബ്യൂട്ടഡ് ടു ദ റിച്ച്നെസ് ഓഫ് കേരള കൾച്ചർ? കേരള സംസ്കാരത്തിൽ മാരിടൈം ട്രേഡ്, അതായത് കടൽ വഴി നടത്തിയിട്ടുള്ള കച്ചവടം, അത് എത്രത്തോളം കോൺട്രിബ്യൂഷൻ ചെയ്തിട്ടുണ്ട്? Maritime trade contributed to the richness of Kerala culture. Many aspects of Kerala's traditions are borrowed and adapted from interactions with other cultures. അതായത് കേരള കൾച്ചറിലേക്ക് ഒരുപാട് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട് ഈ ഒരു മാരിടൈം ട്രേഡ്. അതായത് അവർ ഒരുപാട് ട്രഡീഷൻസ് ഇതൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ കേരളത്തിൻ്റെ കൾച്ചർ എന്ന് പറയുന്നത് ഒരിക്കലും ഫിക്സഡ് അല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് ട്രഡീഷൻസ്, കസ്റ്റംസ്, ഡ്രസ്സ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇവിടേക്ക് ബോറോ ചെയ്തിട്ടുണ്ട്. Cultural identities in Kerala are not fixed. Rather, they are shaped by social interactions, historical context and cultural norms. അതായത് കേരള കൾച്ചർ എന്ന് പറയുന്നത്, കൾച്ചറൽ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് ഒരിക്കലും ഫിക്സ്ഡ് അല്ല. അത് ഇൻട്രാക്ഷനിലൂടെ ഈ ഒരു മാരിടൈം ട്രേഡ് വന്നതോടുകൂടി ആളുകളുമായിട്ട്, ഡിഫറെൻറ്റ് കൺട്രീസിലെ ആളുകളുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നതിലൂടെ കൾച്ചർ ഡെവലപ്പ് ആയിട്ടുണ്ട്, എക്സ്പാൻഡ് ആയിട്ടുണ്ട്. ദീസ് ഐഡൻറ്റിറ്റീസ് കണ്ടിന്യൂ ടു ഇവോൾവ് ഇൻഫ്ലുവൻസ്ഡ് ബൈ ട്രേഡ്, മൈഗ്രേഷൻ ആൻഡ് എക്സ്റ്റേണൽ കണക്ഷൻസ്. മാരിടൈം ട്രേഡ് ബ്രോട്ട് ദ വേരിയസ് ഫോറിൻ മെർച്ചൻസ്, റിലിജിയൻസ് ആൻഡ് കൾച്ചേഴ്സ് ടു കേരള. കേരളത്തിലേക്ക് ഒരുപാട് റിലീജിയൻസ്, ഫോറിൻ മെർച്ചൻസ്, അതുപോലെ ഡിഫറെൻറ്റ് കൾച്ചർ ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട് ഈ ഒരു മാരിടൈം ട്രേഡ്, making it a hub of global exchange. Traders from Babylonia, Egypt, Arabia, Greece and Rome visited Kerala for spices and other goods. അതായത് ഡിഫറെൻറ്റ് കൺട്രിയിലുള്ള ആളുകൾ, അവിടുത്തെ കച്ചവടക്കാരെ, അതായത് ബാബിലോണിയ, ഈജിപ്റ്റ്, അറേബ്യ, ഗ്രീസ്, റോം തുടങ്ങിയിട്ടുള്ള സ്ഥലങ്ങളിലെ കച്ചവടക്കാർ കേരള വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവർ സ്പൈസസിന് വേണ്ടിയിട്ടും അതർ ഗുഡ്സിന് വേണ്ടിയിട്ടൊക്കെ ആയിരുന്നു വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇവരുടെ അടുത്തു നിന്നൊക്കെ ഒരുപാട് അവരുടെ റിലീജിയൻ, അവരുടെ ട്രഡീഷൻ, ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു കൾച്ചർ കേരളത്തിൽ നിന്ന് കിട്ടുന്നുണ്ട്. ദിസ് കോൺസ്റ്റൻറ്റ് ഇൻട്രാക്ഷൻ ലെഡ് ടു ദ അറൈവൽ ഓഫ് ജൂതയിസം and Christianity, enriching Kerala's cultural and religious diversity. Coastal towns like Muziris and Kodungalur flourished as major ports. The wealth and cultural diversity generated through maritime trade significantly influenced Kerala's development and heritage. Discuss the role played the geographical location of Kerala in inviting foreigners and how foreign culture influenced the local culture. അതായത് കേരളത്തിൻ്റെ ജോഗ്രഫിക്കൽ ലൊക്കേഷൻ്റെ റോള് എത്രത്തോളം ഉണ്ടായിരുന്നു എന്ന് ഡിസ്കസ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് ഫോറിനേഴ്സിനെ ഇൻവൈറ്റ് ചെയ്യുന്നതിൽ, അതുപോലെ ആ ഒരു ലോക്കൽ കൾച്ചർ ഫോറിൻ കൾച്ചറിനെ എത്രത്തോളം ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടുണ്ട് എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. കേരളസ് ലോങ് കോസ്റ്റൽ ലൊക്കേഷൻ ഫോസ്റ്റേർഡ് മാരിടൈം ട്രേഡ്, ലീഡിങ് ടു കൾച്ചറൽ എക്സ്ചേഞ്ച് ആൻഡ് ഇൻ്റഗ്രേഷൻ ഓഫ് ഫോറിൻ ഇൻഫ്ലുവൻസസ് ഇൻ ദ ലോക്കൽ കൾച്ചർ. അപ്പോൾ കേരളത്തിൻ്റെ ആ ഒരു കോസ്റ്റൽ ലൊക്കേഷൻ മാരിടൈം ട്രേഡിന് ഉതകുന്ന ഒന്നാണ്. അതുകൊണ്ട് തന്നെ ഫോറിനേഴ്സിനെ അട്രാക്റ്റ് ചെയ്യുന്ന ഒരു പ്ലേസാണ് കേരള എന്ന് പറയുന്നത്.
Kerala's geographical location attracted traders from Babylonia, Egypt, Arabia, Greece, and Rome. These interactions introduced foreign religions like Judaism and Christianity and brought new cultural elements such as dress, food, and architecture. Over time, these influences merged with local traditions and helped shape Kerala's diversity and rich culture. അതായത് ഒരുപാട് ഡിഫറെൻറ്റ് കൺട്രീസിലുള്ള കച്ചവടക്കാർ, ബാബിലോണിയ, ഈജിപ്റ്റ്, അറേബ്യ, ഗ്രീസ്, ഇവിടേക്കുള്ള ആളുകൾ, ഇവിടേക്കുള്ള കച്ചവടക്കാർക്കൊക്കെ കേരള ആ ഒരു കോസ്റ്റൽ ലൊക്കേഷൻ ഒക്കെ വളരെയധികം അട്രാക്റ്റഡ് ആയിട്ടുണ്ട്. മാരിടൈം ട്രേഡിനൊക്കെ പറ്റുന്ന തരത്തിലുള്ള ഒരു ലൊക്കേഷനാണ് കേരളത്തിലുള്ളത്. അതുകൊണ്ട് തന്നെ അവരൊക്കെ വരുന്നതോട് കൂടെ ഒരു ഫോറിൻ റിലീജിയനായിട്ടുള്ള ആദ്യമായിട്ട് ഉള്ളൊരു കേരളത്തിലെത്തിയിട്ടുള്ള ഫോറിൻ റിലീജിയനാണ് ജൂതയിസം. അതുപോലെ അവരുടെ കൾച്ചറൽ എലമെൻറ്റ്സ് ആയിട്ടുള്ള ഡ്രസ്സ്, ഫുഡ്, ആർക്കിടെക്ചർ ഇതൊക്കെ കൊണ്ടുവരുന്നുണ്ട് കേരളത്തിലേക്ക്, ഇതൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഈ ഒരു ഇൻഫ്ലുവൻസസ് ഒക്കെ ഈ ഒരു കേരളത്തിൻ്റെ ലോക്കൽ ട്രഡീഷനുമായിട്ട്, ലോക്കൽ കൾച്ചറുമായിട്ട് സിങ്ക് ആവുന്നുണ്ട് എന്നാണ് പറയുന്നത്, മേർജ് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ്, ഡു യു തിങ്ക് കേരള ഹാസ് ബീൻ അക്കോമഡേറ്റീവ് ടു ഫോറിനേഴ്സ്? ജസ്റ്റിഫൈ യുവർ ആൻസർ. അതായത് കേരള ഫോറിനേഴ്സിന് ഉതകുന്ന ഒരു പ്ലേസാണോ? നിങ്ങളുടെ ആൻസർ ജസ്റ്റിഫൈ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. യെസ്, കേരള ഹാസ് ഹിസ്റ്റോറിക്കലി ബീൻ അക്കോമഡേറ്റീവ് ടു ഫോറിനേഴ്സ്. എവിഡൻസസ് ഷോ ദാറ്റ് Jews, Christians and Arabs and later Europeans were welcomed for trade and allowed to settle. Local rulers offered privileges such as land and honors to Jewish leaders, and foreign traders influenced Kerala's domestic and cultural life. This openness led to multicultural society, reflecting tolerance and adaptability in Kerala's history. അതായത് കേരള ഫോറിനേഴ്സിന് പറ്റുന്ന ഒരു പ്ലേസ് തന്നെയാണ്, അവർക്ക് ഉതകുന്നൊരു പ്ലേസാണ്. അതായത് ആദ്യമായിട്ട് കേരളത്തിലെത്തിയിട്ടുള്ള ഒരു ഫോറിൻ റിലീജിയനാണ് ജ്യൂസ് എന്ന് പറയുന്നത്. അതുപോലെ ക്രിസ്ത്യൻസ്, അറബ്സ്, ഇവരൊക്കെ കേരളത്തിലേക്ക് കച്ചവടത്തിനായിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു ജ്യൂസിനൊക്കെ കേരളത്തിൽ മതിയായിട്ടുള്ള പ്രിവിലേജ് നൽകിയിട്ടുണ്ട്, ലാൻഡ് നൽകിയിട്ടുണ്ട്, അവരുടെ റിലീജിയൻ ഒക്കെ അവർക്ക് വിശ്വസിച്ച് മുന്നോട്ട് പോകാനുള്ള ഫ്രീഡമൊക്കെ നൽകിയിട്ടുണ്ടായിരുന്നു.